വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഒരു ജാതി ജാതകം സിനിമ കണ്ടിട്ട് വരികയാണ്. ഒരു ജാതി ഒരു മതം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഇതിൽ ജാതിയെ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ ഈ സിനിമ കാണാൻ പോകുമ്പോൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഒരു ജാതി ജാതകം എന്ന് പറയില്ലേ, ഒരു ജാതി ഒരു സംഭവം എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള ഒരു അർത്ഥമാണ് ഒരു ജാതി ജാതകം എന്ന ഈ സിനിമയുടെ ടൈറ്റിലിനുള്ളതെന്ന് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. ഇനി ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ വരുന്നതിലും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ, ഞങ്ങൾ എല്ലാ സിനിമകളുടെയും റിവ്യൂ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്താണോ ആ സിനിമയെക്കുറിച്ച് അഭിപ്രായം തോന്നുന്നത്, ആ ഒരു സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞുകൊണ്ടുള്ള റിവ്യൂ വീഡിയോകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളുടെ തമ്പനെയിലുകൾ നിങ്ങളുടെ ആ യൂട്യൂബ് ഹോം സ്ക്രീനിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനാകും. അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും ആകും. ഈ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ ഹീറോയാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ പി കുഞ്ഞികൃഷ്ണൻ, മൃദുൽ നായർ, ഇഷ തൽവാർ, നിഖില വിമൽ, അങ്ങനെ ഈ സിനിമയിൽ ഇപ്പം ഞാൻ തുടങ്ങുകയാണെങ്കിൽ കുറേ നേരം ഈ റിവ്യൂ പറയേണ്ടി വരും. അത്രയും ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഈ സിനിമ ഫുൾ കോമഡി, ആ ഒരു ജോണറിലാണ് സിനിമ നീങ്ങുന്നത്. ഫുൾ കോമഡിയോ കോമഡി അങ്ങനെ വേണമെങ്കിൽ പറയാം. ചിരി 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 ചിരി, അത് തന്നെ. അതായത് ഓരോ നിമിഷത്തിലും ചിരി. അതാണ് ഒരു ജാതി ജാതകം. അപ്പോൾ ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ വിനീത് ശ്രീനിവാസൻ ഈ സിനിമയുടെ ഫുൾ ഒരു മാറ്ററുകളിലും ഇതിൽ എത്രയോ പേര് ചിരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ചിരിപ്പിക്കുന്നവരുടെയൊക്കെ കേന്ദ്രമായി നിന്നുകൊണ്ട് നമ്മളെ ഫുള്ളായിട്ട് ചിരിപ്പിച്ചിരിക്കുകയാണ് കക്ഷി. കോമഡി എന്ന വിഷയം അദ്ദേഹം എടുത്ത് ഫുൾ കോമഡി ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ റൈറ്ററൊക്കെ വേറെ ആളാണ്, അതേപോലെ ഡയറക്ഷനൊക്കെ വേറെ ആളാണ്. പക്ഷേ ഈ സിനിമ കണ്ട വിനീത് ശ്രീനിവാസൻ്റെ സിനിമ മാത്രമാണെന്ന് തോന്നത്തക്ക രീതിയിലാണ് കക്ഷിയുടെ ഇതിലുള്ള അഭിനയം. ഫുൾ കോമഡി. പിന്നെ ഈ സിനിമയിൽ പ്രധാന ക്യാരക്ടറുകളല്ലാതെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ വരുന്ന അശ്വിൻ, നേരത്തെ ഉണ്ടായിരുന്ന അശ്വിനുണ്ട്, അങ്ങേരുടെ അമ്മയുണ്ട്, അതേപോലെ ഒരു അമ്മൂമ്മേനെ കാണിക്കുന്നുണ്ട്. ആ അമ്മൂമ്മേനെ ഞാൻ അതിനു മുമ്പ് ഒരു സിനിമയിലും ശ്രദ്ധിച്ചിട്ടില്ല. അമ്മൂമ്മ ഈ സിനിമയിൽ ഒന്നുമല്ല, വെറുതെ ഒരു അമ്മൂമ്മയായിട്ട് അവിടെ കുത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അവരുടെ നാവിൽ പോലും ഒരു കോമഡിയെങ്കിലും വരണം എന്ന രീതിയിലാണ് ഈ സിനിമയുടെ റൈറ്ററായ രാകേഷ് മാന്തോടി സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു 1.5 എഴുത്താണ് എഴുതിയിരിക്കുന്നത്. ചിരിപ്പിക്കാൻ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന രീതിയിലുള്ള ഒരു റൈറ്ററാണ് രാകേഷ് മാന്തോടി എന്ന് ഈ സിനിമയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് എനിക്ക്. കാരണം ഞാൻ ഈ സിനിമ കണ്ടപ്പോഴാണ് ഈ റൈറ്ററിനെ കുറിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്. കക്ഷി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് രാകേഷ് മാന്തോടിക്ക് ഈ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ. അതേപോലെ തന്നെ ഒരു സിനിമ നന്നാകണമെങ്കിൽ, ഇപ്പോൾ കോമഡി ജോണറിൽ പോകുന്ന സിനിമയാണെങ്കിൽ അത് നന്നാകണമെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ മികവ് പുലർത്തിയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ എം മോഹനനാണ്. കക്ഷി നന്നായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഒരു സംഭവമേ ഞാൻ കണ്ടില്ല. അത് എഡിറ്ററിൻ്റെ മികവ് തന്നെയാണ്. കുറേ കാര്യങ്ങൾ അവർ എടുത്തിട്ടുണ്ടാവും, അതിൽ വേണ്ട ഭാഗങ്ങൾ മാത്രം കോർത്തിണക്കി നന്നായിട്ട് തന്നെ ഇതിൻ്റെ എഡിറ്റർ രഞ്ജൻ എബ്രഹാം നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കാനില്ല. അതായത് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്, ഭയങ്കര ആക്ഷൻ, അതുപോലെ സംഭവങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ലെങ്കിലും നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നത് എന്തിനാണ്? ആ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ എൻജോയ് ചെയ്ത് വരാനാണ്. ഏതൊരു ജോണറിലുള്ള സിനിമയായാലും, ഇപ്പോൾ കോമഡി ആയാലും ശരി, ആക്ഷൻ ആയാലും ശരി, അല്ലെങ്കിൽ ഫാമിലി മൂവികളായാലും ശരി, എന്തായാലും ശരി, അപ്പോൾ ത്രില്ലർ മൂവികളായാലും ശരി. അപ്പോൾ ഈ സിനിമ കോമഡിയിലാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയിൽ മറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ലെങ്കിലും ആ സിനിമയുടെ ആ ഫുൾ ടൈമും നമുക്ക് ചിരിച്ച് എൻജോയ് ചെയ്ത് വരാൻ പാകത്തിലാണ് ഈ സിനിമയിലെ അവസാനത്തെ രംഗം വരെയും ഉള്ളത്. അത് നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാകേഷ് മാന്തോടി നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ സ്ക്രിപ്റ്റിൽ വെറുതെ ആക്ടേഴ്സിൽ മാത്രം ഒരു കോമഡി അല്ലാതെ
അവിടെ നമ്മുടെ കാഴ്ചയിൽ എന്ത് കാണുന്നോ അതിൽ നിന്ന് കൂടി കോമഡി ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സിനിമയിലെ ഒരു ക്യാരക്ടറിനെ വഴിയിൽ ഇറക്കി വിടുന്നുണ്ട്. അതൊരു ആവശ്യമില്ലാത്ത ആളാണ് ഇനി എനിക്ക് എന്ന രീതിയിൽ ഇറക്കി വിടുന്നുണ്ട്. ആരാ എന്താ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം സിനിമ കാണേണ്ടതാണല്ലോ നിങ്ങൾ. അപ്പോൾ ആ ആളെ ഇറക്കി വിടുമ്പോൾ ആ ഇറക്കി വിടുന്നത് തന്നെ ഒരു കോമഡിയാണ്, അത്ര തന്നെ അവർക്ക് നിർത്താം. പക്ഷേ ആ ആളെ ഇറക്കി വിടുന്ന സ്ഥലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ ഒരു കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ബ്ലറിൽ ഒരു ബോർഡ് കാണിക്കുന്നുണ്ട്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ബ്ലറിൽ തന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ. അതായത് നല്ല ഉദിപ്പിൽ അതങ്ങോട്ട് മറ്റേ ക്യാമറയിൽ അടുത്ത് കൊണ്ടുപോയി ക്ലോസപ്പിലൊന്നും കാണിച്ചിട്ടില്ല. അയാൾ നിൽക്കുന്നു, അയാളുടെ പുറകിലൊരു ബോർഡ് കാണുന്നു. അപ്പോൾ ഞാൻ ആ ബോർഡിലേക്ക് വായിച്ച് നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്: ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന്. അതായത് അയാളിനി മാലിന്യമാണ്, അയാളൊരു പാഴ്വസ്തുവാണ്, ആവശ്യമില്ലാത്തതാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഇറക്കി വിട്ടപ്പോൾ പുറകിലുള്ള ഒരു സംഭവം പോലും അത് വഴി നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ആ ഒരു മേക്കിംഗ് മികവ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നല്ല രീതിയിൽ തന്നെ ഓരോ നിമിഷവും നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. ബാബു ആൻ്റണി ചേട്ടനൊക്കെ ഇതിൽ ചിരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങേരെ എങ്ങനത്തെ ആളാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആക്ഷൻ്റെ കൊടുമുടിയാണ് ബാബു ആൻ്റണി സാറ്. ഒരു കാലത്ത് വമ്പൻ ഹീറോയാണ്. അദ്ദേഹമൊക്കെ ഫുൾ ചിരിപ്പിക്കുകയാണ്. അപ്പോൾ ചിരിക്കാൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഇതിൽ എല്ലാവരും തന്നെ ഒരു തവണയെങ്കിലും കോമഡി പറയുകയോ എക്സ്പ്രഷൻ കാണിക്കുകയോ ചെയ്യുന്നുണ്ട്. ഫുൾ കോമഡിയാണ്. ഞാൻ ഈ സിനിമ ശരിക്കും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് ചിരിയുടെ കാര്യത്തിൽ. പക്ഷേ ഈ സിനിമ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിട്ട് ക്ലൈമാക്സ് എത്തുമ്പോൾ നല്ലൊരു തീരുമാനം തന്നെ ഇതിൽ ക്ലൈമാക്സ് ആയിട്ട് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്രയ്ക്കുള്ള ഒരു ക്ലൈമാക്സ് ഈ സിനിമയ്ക്ക് ലഭിച്ചില്ല. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ലഭിച്ചിട്ടില്ല. എന്നാലും ഇതിൽ കുഴപ്പമില്ലാത്തൊരു ക്ലൈമാക്സിലാണ് എത്തുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച അത്രയ്ക്കൊരു നല്ല ഒരു ക്ലൈമാക്സിൽ ഇത് എത്തിയിട്ടില്ല. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ക്ലൈമാക്സ് എത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തന്നെയും ഈ സിനിമയുടെ ആസ്വാദനത്തെ അത് തെല്ലും ബാധിക്കുന്നില്ല. കാരണം ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കോമഡി മാത്രമാണെന്ന് പറയാം. ആ കാര്യത്തിൽ ഈ സിനിമ ഒരു വിജയം തന്നെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.